വൈസ് ചാൻസലർമാരെയും രജിസ്ട്രാർമാരെയും ഉൾപ്പെടുത്തി ബി അശോകിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ബി അശോക് ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് നടപടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 9 സർവകലാശാലകളിലെ ഉദ്യോഗസ്ഥരെയാണ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സെക്രട്ടറിയുടെ ഈ നടപടിയിൽ ഒരു വിഭാഗം VC-മാർക്ക് കടുത്ത അമർഷമുണ്ട്. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, സ്വാഭാവികമായും പുതിയ കാലത്ത് ഒരു വകുപ്പിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കേണ്ട ഒരു ഘടനാപരമായ സംഗതിയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ്. അതിലിപ്പോൾ കൂടുതൽ VC-മാർക്ക് അമർഷവും അതൃപ്തിയും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം എങ്ങനെയാണ്? ഒറ്റവാക്കിൽ കേട്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും പക്ഷേ സൈഫുദ്ദീൻ ഇക്കാര്യത്തിലൊരു വിചിത്രമായ നടപടിയെന്ന് വരാനുള്ള കാരണം, അതായത് ഈ സർവകലാശാലകൾ ഒരു സ്വതന്ത്ര ബോഡിയാണ്. സ്വതന്ത്ര ബോഡിയായി പ്രവർത്തിക്കുന്നതാണ് സർവകലാശാലകൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകൾ എന്ന് പറയുന്നത്. അതിന് പ്രത്യേകം വൈസ് ചാൻസലർമാരുണ്ട്, അതിന്റെ അധികാരങ്ങൾ കൈയാളുന്ന അതിന്റെ ബോഡികൾ, സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ബോഡികളുണ്ട്. അങ്ങനെ നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ സർവകലാശാലകളിൽ ഇടപെടാറില്ല, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു ഇടപെടൽ നടത്താറില്ല. നയപരമായ സർക്കാരിന്റെ കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രി നിർദ്ദേശം നൽകും. അത്തരം രീതികളാണ് ഉണ്ടാകാറ്. പ്രോ വൈസ് ചാൻസലറായി മന്ത്രിയെ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ടാണ് മന്ത്രി അക്കാര്യത്തിലുള്ള ഇടപെടൽ നടത്തുക. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നു, അതിൽ വൈസ് ചാൻസലറെ പോലും അംഗങ്ങളാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള ഒരു അതൃപ്തിയും ഒരു തെറ്റായ കീഴ്വഴക്കവും എന്ന് പറയുന്നത്. സ്മൂത്തായി നടക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ ഒരു രീതി സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ഏതെങ്കിലും തരത്തിൽ ദൈനംദിനമായ ഇടപെടൽ അത് സർക്കാരിന്റെയോ വകുപ്പിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സംവിധാനമല്ല സർവകലാശാലകൾ. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം VC-മാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ രജിസ്ട്രാർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് പോകേണ്ട സംവിധാനമേ അല്ല സർവകലാശാല. അങ്ങനെ ഇരിക്കെയും ഇത്തരത്തിലുള്ളൊരു നടപടി അത് ബി അശോക് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം അങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാം ഇതിൽ അതൃപ്തിയായി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം ഉയർന്നതാണ്. ഇക്കാര്യത്തിൽ രാജ്ഭവനുമായൊക്കെ ഒരു നീക്കുപോക്കിന്റെ ഭാഗമായിട്ടാണ് ബി അശോകിനെ നിയമിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉയർന്നതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ബി അശോകിന്റെ ഭാഗത്തു നിന്നുള്ള സാധാരണ ഉണ്ടാകാത്ത അസാധാരണമായ ഒരു നടപടി ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പലർക്കും അതൃപ്തിയുണ്ട്. ഇനി മന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് സർവകലാശാലയിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അതൊരു സ്വതന്ത്ര പരമാധികാര ബോഡിയാണ്. അതിനകത്ത് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. നയപരമായ കാര്യങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ അത് സർക്കാർ മുന്നോട്ട് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്തായാലും ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ബി അശോകിന്റെ നടപടിക്ക് എതിരെ കാര്യമായ എതിർപ്പും അമർഷവും VC-മാർക്കിടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിലും ഒരു യു ടേണിലേക്ക് ബി അശോകിനും പോകേണ്ടി വരുമോ എന്ന് കാത്തിരുന്നു കാണാം. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.